നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വലയുടെ ഉപമ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 47 മുതൽ 50 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവായ യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരോട്, പത്രോസിനോടും അന്ത്രയോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും ഒക്കെ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. നിങ്ങൾ ഇന്ന് കടലിൽ വലവീശി മീൻ പിടിച്ചതുപോലെ നിങ്ങൾ മനുഷ്യരെ ദൈവത്തിനായിട്ട് പിടിക്കുന്നവരാകും, മനുഷ്യരെ പ്രയോജനപ്പെടുത്തുന്നവരാകും, മനുഷ്യന്റെ ശാപം മാറ്റി മനുഷ്യരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നവരാകും എന്നാണ് യേശു പറഞ്ഞത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത് അവര് പാട്ടുപാടണം, പ്രാർത്ഥിക്കണം, സ്തോത്രകാഴ്ച ഇടണം, സഭായോഗത്തിന് വരണം എന്നുള്ളതല്ല. അവർ പോകുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതല്ല. അവര് തങ്ങൾ വിശ്വസിച്ച, തങ്ങൾ സ്നേഹിക്കുന്ന യേശുവിനെ മറ്റുള്ളവരോട് പറയണം, അവരുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് പറയണം. എന്നിട്ട് ആ യേശുവിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വരണം. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞ് എന്നെ അനുഗമിക്കാം. ഫിലിപ്പോസ് അനുഗമിച്ചു. ആ ഫിലിപ്പോസ് പോയിട്ടാണ് നഥനയേലിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അന്ത്രയോസ് പോയിട്ടാണ് പത്രോസിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. ശമരിയക്കാരത്തി മാനസാന്തരപ്പെട്ടു. അവൾ പോയിട്ടാണ് ആ പട്ടണത്തിലെ ആളുകളെ കിണറ്റുകരയിൽ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഭൂതഗ്രസ്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചാണ് ദക്കപ്പൊലി നാട്ടിലുള്ള ആളുകളൊക്കെ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. ഇതാണ് കർത്താവിൻ്റെ സുവിശേഷ പ്രചരണ ഉപാധി. യേശു ആർക്കും പൈസ കൊടുക്കുന്നില്ല. യേശുവിൻ്റെ അപ്പോസ്തലന്മാരും ആർക്കും പൈസ കൊടുത്തില്ല. വെള്ളിയും പൊന്നും എനിക്കില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. ഇത് പണം കൊണ്ട് ഒരു തൊഴിൽ പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല, ശമ്പളത്തിന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ദൈവം അയച്ച, നമുക്ക് വേണ്ടി യാഗമാകാൻ അയച്ച യേശുവിനെ, ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനാൽ രൂപാന്തരം പ്രാപിച്ച ആളുകൾ മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, കോപത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, നിഗളത്തിൽ നിന്നും, വഴക്കിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ച് സുബോധം നേടിയ, ലക്ഷ്യബോധം നേടിയ ആളുകളെ സ്നേഹിച്ച് ഈ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ആളുകൾ പറയും ഇത് മതപ്രചരണമാണ് എന്നൊക്കെ പറയും. ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ നിന്ദിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും. പക്ഷെ അല്ല, നമുക്കറിയാം, നമ്മെ രൂപാന്തരപ്പെടുത്തിയ, നമുക്ക് സമാധാനവും സ്വസ്ഥതയും ലക്ഷ്യബോധവും തന്ന, നമുക്ക് ധൈര്യവും പ്രത്യാശയും തന്ന ആ ദൈവത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അബദ്ധ ദൈവത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ സത്യദൈവത്തെ സ്നേഹിക്കണം, അനുസരിക്കണം, ആരാധിക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളുടെ സഭയെ വരണം, പാട്ട് പാടണം, ഞങ്ങളുടെ സഭയ്ക്ക് സ്തോത്രകാഴ്ച തരണം, ഇതൊന്നും ആരും പറയാറില്ല. ഞങ്ങളുടെ ദൈവത്തെ, എൻ്റെ ദൈവത്തെ നിങ്ങൾ അറിയണം. അതാണ് സത്യദൈവം, പ്രപഞ്ച സൃഷ്ടാവ്, രക്ഷിതാവ്, പരിപാലകൻ, ന്യായാധിപൻ, ആരാധ്യൻ. ആ യേശുവിനെ നിങ്ങൾ അറിയണം. ഇതാണ് സുവിശേഷം. അപ്പോൾ യേശു സകല വിശ്വാസികളെയും കുറിച്ച്, സകല സ്ത്രീ പുരുഷന്മാരെയും കുറിച്ച് യേശു ആഗ്രഹിക്കുന്നത് അവരെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് അവർ സാക്ഷിക്കണം എന്നുവരെ 1-ാം നൂറ്റാണ്ട് മുതൽ ലോകാവസാനം വരെയുള്ള സകല വിശ്വാസികളും യേശുവിനെ കുറിച്ച് പറയുകയും വിശ്വസിക്കുന്ന ആളുകളെ യേശുവിൻ്റെ ശിഷ്യരാക്കുകയും ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. യേശു പറഞ്ഞു,
ഇത് വല വീശുന്നത് പോലെയാണ്. കടലിൽ വല വീശുമ്പോൾ നല്ല മീൻ മാത്രമല്ല കയറുന്നത്, അല്ലെങ്കിൽ നല്ല കടൽ ജീവികൾ മാത്രമല്ല കയറുന്നത്. ചിലപ്പോൾ അതിനകത്ത് കടൽ പാമ്പുകൾ കയറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തിന്നാൻ കൊള്ളാത്ത ജീവികളോ അല്ലെങ്കിൽ മത്സ്യങ്ങളോ കയറാനുള്ള സാധ്യതയുണ്ട്. വലിച്ചു കയറ്റി കഴിഞ്ഞിട്ടാണ് ഇരുന്നിട്ട് ഈ കൊള്ളരുതാത്തതിനെ, ആകാത്തതിനെ, ചീത്തയെ വലിച്ച് എറിയുന്നത്. അതിനെ നല്ലത് മാത്രം എടുക്കാനിടയായിത്തീരും. ഇന്ന് സഭയിൽ, അതായത് ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന സഭകളിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നല്ല വിശ്വാസികളുണ്ട്, നല്ല മത്സ്യങ്ങളുണ്ട്. എന്നാൽ ആകാത്തതുമുണ്ട്. കാരണം ഒരു നാട്ടിൽ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അപ്പൻ മാനസാന്തരപ്പെട്ടു, അപ്പം അമ്മയും ആ കൂടെ അങ്ങ് സ്നാനപ്പെടും, കുട്ടികളും ആ കൂടെ അങ്ങ് സ്നാനപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ അയൽക്കാരൻ സ്നാനപ്പെട്ടു, അയൽക്കാരൻ വിശ്വാസിയായി, നമുക്ക് എല്ലാം ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് അയൽക്കാരും സ്നാനപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവര് മാനസാന്തരപ്പെട്ടിട്ടില്ല. അവര് പിശാചിനെ, സാത്താനെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ അവരുപേക്ഷിച്ചിട്ടില്ല. മദ്യപാനം പോലും അവരുപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവര് ചില അവരുടെ സുഹൃത്തുക്കളോടുള്ള സ്നേഹം കൊണ്ട്, തങ്ങളുടെ ബന്ധുക്കളോടുള്ള ഐക്യദാർഢ്യം, അത് നിമിത്തം അവരും സ്നാനപ്പെട്ട് ഈ സഭയിൽ ചേർന്നിട്ടുണ്ട്. അവര് പ്രസംഗമൊക്കെ കേട്ട് അവരുടെ ജീവിതത്തിന് ഒരു ചിട്ടയൊക്കെ വരുത്തിയും കാണും. അതൊക്കെ നമുക്ക് സാധിക്കാമല്ലോ. പക്ഷേ അവരുടെ ഉള്ളിൽ ജീവനില്ല, ദൈവം അവരിൽ വന്നിട്ടില്ല. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ സഭയിൽ കടന്നുകൂടിയ ആളുകളെ തീർച്ചയായിട്ടും എറിഞ്ഞുകളയും എന്നാണ് കർത്താവിടെ പഠിപ്പിച്ചത്. ചില ആളുകൾക്ക് സഭയിലെ ചില ആളുകളെ, ചില സോക്കോൾഡ് ക്രിസ്ത്യൻസിനെ, വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരൊക്കെയല്ലേ നിങ്ങളുടെ ആളുകൾ, യേശു എന്ത് മാറ്റാണ് വരുത്തിയത്, ആ പുള്ളി രഹസ്യമായിട്ട് കള്ളു കുടിക്കുമല്ലോ, പുക വലിക്കുമല്ലോ, കഞ്ചാവ് വലിക്കുമല്ലോ, അല്ലെങ്കിൽ അയാൾ കള്ളത്തരം കാണിക്കുമല്ലോ, കൈക്കൂലിയുണ്ടല്ലോ. വാസ്തവത്തിൽ അവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. പേര് ക്രിസ്തീയ പേരാണ്, ക്രിസ്തീയ പാട്ടൊക്കെ പാടും, ബൈബിൾ കയ്യിലുണ്ട്, സഭായോഗത്തിനൊക്കെ വരും. അവര് ദൈവവേലയ്ക്കോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിനോ പണമൊക്കെ മുടക്കും, ശരി തന്നെ. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ആ ജീവൻ വന്നിട്ടില്ല, ദൈവത്തിൻ്റെ ജീവൻ കിട്ടിയിട്ടില്ല, ദൈവത്തിൻ്റെ മക്കളായിട്ട് അവർ മാറിയിട്ടില്ല, അവർ ദൈവത്തിൻ്റെ മീനായിട്ട് മാറിയിട്ടില്ല. അവർ ചീത്ത മീനാണ്, അല്ലെങ്കിൽ ചീത്ത ജീവിയാണ്. അതിനെ ഒരു നാൾ എറിഞ്ഞ് കളയും. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നല്ല മത്സ്യങ്ങളായി ജീവിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.